തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയാതെ തദ്ദേശ സ്ഥാപനങ്ങൾ. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള കെട്ടിടം, സ്ഥലം തുടങ്ങിയ സൗകര്യങ്ങൾ എവിടെ കണ്ടെത്തുമെന്നത് പ്രതിസന്ധിയാകുന്നു. ജില്ലയിലെ പല പഞ്ചായത്തുകളിലും തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായ രീതിയിൽ തെരുവുനായകളെ വന്ധ്യംകരിക്കാനും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാനുമുള്ള പദ്ധതികൾ പലയിടത്തും ഫലപ്രദമായി നടപ്പിലാകുന്നില്ല. ഫണ്ടുകളുടെ അഭാവവും കൃത്യമായ ആസൂത്രണമില്ലായ്മയും ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. തെരുവുനായകളുടെ പെരുപ്പം തടയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. തെരുവുനായകളെ കൊന്നൊടുക്കുക എന്നതല്ല, മറിച്ച് അവയെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ് കണ്ടെത്തേണ്ടത്. തെരുവുനായകൾക്ക് ഷെൽട്ടർ ഹോമുകൾ ഒരുക്കുന്ന കാര്യത്തിൽ ജില്ലാ തലത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ പ്രായോഗികമായി ചെയ്യാനാവുന്ന കാര്യങ്ങൾ വളരെ വേഗം നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണം. തെരുവുനായ്ക്കളെ പിടികൂടുക, ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക, വന്ധ്യംകരണം, പ്രതിരോധ കുത്തിവയ്പ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നിവയാണ് തെരുവുനായ നിയന്ത്രണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നടപടികൾ. നായ്ക്കൾക്ക് തെരുവിലും വഴിയോരത്തും മറ്റും ഭക്ഷണം കൊടുക്കുന്ന മൃഗസ്നേഹികൾക്ക് ഷെൽട്ടർ ഹോമുകളിലെത്തി അവയ്ക്ക് ഭക്ഷണം നൽകാവുന്നതാണ്. തെരുവുനായകളുടെ വന്ധ്യംകരണത്തിനുള്ള ABC കേന്ദ്രങ്ങൾ വിലയിരുത്താൻ ഫലപ്രദമായ സംവിധാനമില്ലാത്തതും നിലവിലുള്ള ABC കേന്ദ്രങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാത്തതും മറ്റൊരു പ്രതിസന്ധിയാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ABC ചട്ടങ്ങൾ സംസ്ഥാനത്തിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് സർക്കാരിന്റെ നിലപാട്. കേന്ദ്ര മാനദണ്ഡങ്ങളിലെ കർശനമായ നിബന്ധനകളാണ് പുതിയ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് തടസ്സമാകുന്നത്. ഓരോ നായയ്ക്കും പ്രത്യേകം കൂടുകൾ, ശീതീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററുകൾ, പ്രത്യേക അടുക്കള, 5 ദിവസത്തെ നിരീക്ഷണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും സാധിക്കുന്നില്ല. കൂടാതെ വെറ്ററിനറി ഡോക്ടറുടെ കുറവും തിരിച്ചടിയാകുന്നുണ്ട്. സംസ്ഥാനത്ത് കൂടുതൽ ABC സെന്ററുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി തദ്ദേശ വകുപ്പ് വ്യക്തമാക്കുന്നു. പ്രവൃത്തി പരിചയമുള്ള നായപിടുത്തക്കാരുടെ ലഭ്യതക്കുറവ്, ഇതുമായി ബന്ധപ്പെട്ട കരാർ ജീവനക്കാർക്ക് വേതനം കൃത്യമായി നൽകാൻ കഴിയാത്തത്, അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് തദ്ദേശവാസികളുടെ എതിർപ്പ് എന്നിവയാണ് സംസ്ഥാനത്തെ ABC പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയെന്ന് തദ്ദേശ വകുപ്പ് പറയുന്നു. നിലവിലെ നിയമപ്രകാരം വന്ധ്യംകരിച്ച നായ്ക്കളെ 5 ദിവസത്തിന് ശേഷം പിടികൂടി അതേ സ്ഥലത്ത് തന്നെ തിരികെ വിടണമെന്നത് നിയമത്തിലെ വലിയൊരു പോരായ്മയായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതേസമയം തെരുവുനായ്ക്കളുടെ ആക്രമണം മൂലം പൊതുജനം നേരിടുന്ന ദുരിതം അതീവ ഗുരുതരമായി തുടരുകയാണ്. കുട്ടികൾ ആക്രമിക്കപ്പെടുകയും പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. നായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം തെരുവുനായ ആക്രമണങ്ങൾ രൂക്ഷമാകുമ്പോൾ അവയെ പ്രതിരോധിക്കാനും ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം ഉയരുന്നത്.